ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാരോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി കുറച്ച് കാർഡ്സ് നമ്മളിവിടെ ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാർഡ്സിൻ്റെ മീനിങ്ങിലേക്ക് പോവാം. അതിന് മുന്നൊരു കാര്യം പറയാനുള്ളത്, ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പം അത് നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡായി വരുന്ന റീഡിംഗ് ആണ്. റീഡിങ്ങിലേക്ക് പോവാം. ഇവിടെ ആദ്യത്തെ കാർഡ് ട്രീ ഓഫ് സോർട്സ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. അവർ വളരെയേറെ വേദനിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. കഴിഞ്ഞ രാത്രിയിൽ അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങളെക്കുറിച്ച് ഓർത്തിട്ടുണ്ട്. ഈ ഒരു സെപ്പറേഷൻ, ഈ ഒരു ലോസ് അവരെ വളരെയേറെ വേദനിപ്പിക്കുന്നു. ഹാർട്ട് ബ്രോക്കൺ എന്നാണ് ഈ കാർഡ് പറയുന്നത്. അവർ ഇപ്പോൾ മനസ്സിലാക്കുന്നത് നിങ്ങളെന്ന വ്യക്തിയുടെ നന്മയാണ്, നിങ്ങളുടെ സ്നേഹത്തെയാണ്. നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ വളരെയേറെ പോസിറ്റീവ് അവർക്ക് ഫീൽ ചെയ്യാണ്. കഴിഞ്ഞ നൈറ്റ് അവർക്ക് ഉറങ്ങാനായിട്ട് സാധിച്ചിട്ടില്ല. നൈറ്റ് മെയർ കാണുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത്. അവർ വേദനിക്കുമ്പോൾ നിങ്ങളുമായിട്ടുള്ള ചിന്തകൾ, പാസ്റ്റ് അവർക്ക് ഓർമ്മ വരുമ്പോൾ അവർ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നത്, ഈ ഒരു സാഹചര്യം മാറിക്കൊണ്ട് എൻ്റെ പേഴ്സണെ എനിക്ക് തിരിച്ചു വേണം. ഏത് സാഹചര്യം? അത് ഞാൻ വഴിയെ പറഞ്ഞു തരാം. അവർക്ക് വളരെയേറെ വേദന ഉണ്ടാകുന്നു, പാസ്റ്റിനെ കണക്ട് ചെയ്യുന്നു, നിങ്ങളിലേക്ക് വരുവാനായിട്ട് അതിയായി ആഗ്രഹിക്കുന്നു. നിങ്ങളോട് വളരെയേറെ സ്നേഹം ഇപ്പോൾ അവർക്ക് തോന്നുന്നു. അവർ ചെയ്ത തെറ്റിനെക്കുറിച്ച് അവർ ബോധവാന്മാരാണ്. എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങളിൽ നിന്നും നിങ്ങളുടെ പേഴ്സൺ മൂവ് ഓൺ ചെയ്തു പോയിട്ടുള്ളത്, ആ ഒരു കാര്യത്തിൽ യൂണിവേഴ്സ് അവർക്ക് കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങളില്ലാതെ ഇനി അവർക്ക് പറ്റില്ല എന്ന് അവർ മനസ്സിലാക്കുകയാണ്. ബ്ലോക്ക് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അൺബ്ലോക്ക് ചെയ്യാനുള്ള എല്ലാ സാധ്യതയുമാണ് ഇവിടെ കാണുന്നത്. അവർക്ക് നിങ്ങളെ വേണം. അവര് നിങ്ങളിലേക്ക് തിരിച്ചു വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അവരുടെ ഹൃദയം നിങ്ങളിലേക്ക് ഓപ്പൺ ചെയ്യുകയാണ്. നെക്സ്റ്റ് കാർഡ് ഏസ് ഓഫ് സോർട്സ് കാർഡാണ്. നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ പുതിയ ഐഡിയ കൊണ്ടുവരുന്നു. ഏസ് ഓഫ് സോർട്സ് കാർഡ് പറയുന്നത്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ അവർ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് വരുന്നത്, തിരിച്ചു വരുന്നത്. നിങ്ങളെന്ന വ്യക്തിയിലേക്ക് മടങ്ങി വരുവാനായിട്ട് അതിയായി ആഗ്രഹിക്കുമ്പോൾ കുറേ ഐഡിയാസ് അവർ കൊണ്ടുവന്നേ പറ്റുള്ളൂ. ഒരു ക്ലാരിറ്റി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അവർക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം അവർ പാസ്റ്റുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ, നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ, മറ്റുള്ളവരുമായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങളാണ് ശരി, നിങ്ങളിലാണ് അവർ വളരെയേറെ ഹാപ്പി ആയിട്ട് ഇരുന്നിട്ടുള്ളത്. അവരെന്ന വ്യക്തി അവരായിട്ട് ഇരുന്നിട്ടുള്ളത് നിങ്ങളുടെ അടുത്താണ്. അപ്പോൾ ഒരു വ്യക്തത അവർക്ക് വരികയാണ്, ക്ലാരിറ്റി അവർക്ക് വരികയാണ്, നിങ്ങളാണ് ശരി. ഒരു അവയർനെസ് ആണ് യൂണിവേഴ്സ് അവർക്ക് കൊടുത്തിട്ടുള്ളത്. ആദ്യം നിങ്ങളെന്ന വ്യക്തിയുടെ വാല്യൂ, നിങ്ങളുടെ സ്നേഹം, കരുതൽ, ഇതൊന്നും അവർ മനസ്സിലാക്കിയിട്ടുണ്ടായില്ല. എന്നാൽ ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ, ഈ സെപ്പറേഷൻ ആണ് അവർക്ക് മാറ്റം വരുത്തിയിട്ടുള്ളത്. അവരിപ്പോൾ വളരെയേറെ ആഗ്രഹിക്കുന്നത്, അവരുടെ ലക്ഷ്യം, അവരുടെ പേർപ്പസ് എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് തന്നെയാണ്. ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളോടൊത്ത് കുറച്ച് സമയം ചെലവഴിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡാണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൽ ഒത്തിരി പേർക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടാവണം. മെസ്സേജ് ആയിട്ടോ കോളായിട്ടോ നിങ്ങളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടാവണം. നിങ്ങളെ കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നെന്ന് പറഞ്ഞിട്ടുണ്ടാവണം. ഇനി പറയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അവർ നിങ്ങളുമൊത്ത് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കുറച്ച് നേരം നിങ്ങളോട് സ്പെൻഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ വളരെ ക്ലിയർ ആയിട്ട് തിങ്ക് ചെയ്യുന്നത് നിങ്ങളെക്കുറിച്ചാണ്. മെമ്മറി ഓർ തോട്ട് എന്നാണ് ഈ കാർഡ് പറയുന്നത്. അവരിപ്പോൾ എക്സ്പീരിയൻസിലൂടെ കടന്നു പോകുന്നു. ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, യൂണിവേഴ്സ് അവരെ പഠിപ്പിച്ചു. ഒരു കർമ്മ എൻഡ് ആയിക്കൊണ്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ബ്രില്യൻ്റ് ഫ്യൂച്ചറാണ് അവർ ആഗ്രഹിക്കുന്നത്. അത് നിങ്ങളുമൊത്തുള്ള നല്ല നിമിഷങ്ങളെ, അതാണ് അവർ ആഗ്രഹിക്കുന്നത്. നെക്സ്റ്റ് കാർഡ് ദ ഡെവിൾ ആണ്. തേർഡ് പാർട്ടി ഉണ്ട്. തേർഡ് പാർട്ടിയുടെ ഇടപെടൽ മൂലം നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയ വ്യക്തിക്ക് ഇപ്പോൾ മാറ്റം സംഭവിക്കുകയാണ്. നിങ്ങളെ പിരിയാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല, നിങ്ങളെ മറക്കാനായിട്ട് സാധിക്കുന്നില്ല. തേർഡ് പാർട്ടിയിൽ നിന്ന് ഒരുപാട് അനുഭവങ്ങൾ അവർക്ക് ഉണ്ടായിട്ടുണ്ട്. ആരാണ് ശരി, ആരാണ് തെറ്റ് എന്ന് അവർ മനസ്സിലാക്കാണ്. തേർഡ് പാർട്ടി ഉണ്ട്, വ്യക്തികളുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇടയിൽ വ്യക്തികൾ ഇടപെട്ടിട്ടുണ്ട്. അവരുടെ വാക്കുകൾ, അവരുടെ പ്രവൃത്തി ഇതിൽ വളരെയേറെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവർ തിരിച്ചു വരുമ്പോൾ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ ഒരു കാര്യമായിരിക്കണം. ആരൊക്കെയാണോ നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചിട്ടുള്ളെങ്കിൽ അവരെക്കുറിച്ച് പറയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു.
ഇവിടെ നെക്സ്റ്റ് കാർഡ് 5 ഓഫ് പെൻഡക്കിൾ ആണ്. നിങ്ങളുടെ പേഴ്സണ് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ചെറിയ ലോസ്, ഹെൽത്ത് ഇഷ്യൂസ് കാണിക്കുന്നുണ്ട്. അവരുടെ കരിയറാണ് പറയുന്നത്. മാത്രമല്ല ഒരു സ്റ്റക്ക് എനർജി, ഒരു ബ്ലോക്ക് എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. അത് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒരു തേർഡ് പാർട്ടി ഉണ്ട്, ഡബിൾ ഉണ്ട്. അപ്പോൾ അവരുടെ വാക്ക്, അവരുടെ പ്രവൃത്തി തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകാനായിട്ട് ഉണ്ടായ സാഹചര്യം. എന്നാൽ അവർ റിയലൈസ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും തടസ്സമുണ്ട്, എന്നാൽ പോലും ആ ഡോർ നോക്കൂ, ക്ലോസ്ഡ് ആണ്. അത് സാധ്യതയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ആ ഡോർ ഓപ്പൺ ചെയ്താൽ നിങ്ങളിലേക്ക് വരും. നിങ്ങളോട് മെസ്സേജ് ചെയ്താൽ മതി, നിങ്ങളിരുന്ന് കോൾ ചെയ്താൽ മതി, നിങ്ങളുടെ പരിഭവവും പരാതിയും ഒക്കെ അവിടെ തീരും, നിങ്ങളൊന്നാവും. എന്നാൽ അവിടെ തടസ്സം എന്ന് പറയുന്നത് തേർഡ് പാർട്ടി തന്നെയാണ്. അപ്പോൾ അവർ വറി ചെയ്യുന്നത് അവരുടെ സെക്യൂരിറ്റിക്കാണ്. ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ അവരെ സ്വീകരിക്കാതെ വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്ത് സംഭവിക്കും? മടങ്ങി പോകാനായിട്ട് സാധിക്കില്ല. നിങ്ങളും സ്വീകരിക്കില്ല, തേർഡ് പാർട്ടിയിലേക്ക് മടങ്ങി പോകാനും സാധിക്കില്ല. എന്നാൽ വളരെയേറെ ക്ലാരിറ്റി വരുത്തിയിട്ടുണ്ട്. ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അവർക്ക് വിട്ടുകളയാൻ സാധിക്കില്ല. നിങ്ങളെ ഫ്യൂച്ചറിലേക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അവർ യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ് ആഗ്രഹിക്കുകയാണ്, യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു സ്റ്റക്ക് എനർജി മാറിക്കൊണ്ട് എത്രയും പെട്ടെന്ന് എൻ്റെ പേഴ്സണിലേക്ക് എനിക്ക് എത്തണം, എൻ്റെ പേഴ്സണോടൊത്തുള്ള ലൈഫ് എനിക്ക് എൻജോയ് ചെയ്യണം. അതാണ് നെക്സ്റ്റ് കാർഡ് പറയുന്നത്. 2 ഓഫ് സോർട്സ് കാർഡ്. ഒരു ഡിഫിക്കൽട്ട് ചോയ്സിനെയാണ് ഇവിടെ കാണിക്കുന്നത്. അവരെന്ന വ്യക്തി ഒരുപാട് ഐഡിയാസ് കൊണ്ടുവരുന്നുണ്ട്. അവരുടെ കണ്ണ് കെട്ടിയിരിക്കുകയാണ്. അത് തേർഡ് പാർട്ടിയാണ്, ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. തേർഡ് പാർട്ടി സ്ട്രോങ് തന്നെയാണ്. അപ്പോൾ നിങ്ങളിലേക്ക് വരുവാനായിട്ട് അതിയായി ആഗ്രഹിക്കുന്ന നിങ്ങളുടെ വ്യക്തിയുടെ കണ്ണ് അവർ കെട്ടിയിട്ടുണ്ട്. എങ്കിൽ പോലും അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് നിങ്ങളിലേക്കാണ്. തടസ്സമുണ്ട്, അവരുടെ മുന്നിൽ തടസ്സം തന്നെയാണ്. കാരണം അവിടെ കുറെ റെസ്പോൺസിബിലിറ്റി ഉണ്ട് അവർക്ക്. നിങ്ങളെ വിട്ടുകളയാനായിട്ട് അവർക്ക് സാധിക്കില്ല. പക്ഷേ കുറെ ഉത്തരവാദിത്തങ്ങൾ അവർ ഏറ്റെടുത്തിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് തീർക്കണം. ആ കാര്യങ്ങൾ തീർത്തുകൊണ്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ടുള്ള ആ ഒരു ആഗ്രഹത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. അവർ ആക്ഷൻ എടുക്കുന്നുണ്ട്. അവർ വളരെയേറെ ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് ഒരു ആക്ഷൻ എടുക്കുന്നത്, നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആരൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇടയിൽ തടസ്സം നിന്നാലും ആ പ്രതിബന്ധങ്ങളെ മാറ്റിക്കൊണ്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സന്റെ എനർജി തന്നെയാണ് കാണിക്കുന്നത്. അവർ റിസ്ക് എടുക്കാൻ തയ്യാറായിരിക്കുകയാണ്. നെക്സ്റ്റ് കാർഡ് ദ ഹീറോ ഓഫ് എൻഡാണ്. ഒരു ട്രഡീഷൻ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ എനർജി, ഒരുപാട് ലെസൺസ് പഠിച്ചൊരു വ്യക്തിയുടെ എനർജി, യൂണിവേഴ്സിന്റെ ഗൈഡൻസിനായിട്ട് പ്രാർത്ഥിക്കുന്ന, യൂണിവേഴ്സിൽ സറണ്ടർ ആവുന്ന ഒരു വ്യക്തിയുടെ എനർജി. അവരിലെ പുതിയ തുടക്കത്തെയാണ് കാണിക്കുന്നത്, എവേക്കനിങ്ങിനെയാണ് കാണിക്കുന്നത്. ഇവിടെ എഡ്യൂക്കേഷൻ ഓർ ട്രെയിനിങ് എന്ന് പറയുന്നു. നിങ്ങളുടെ പേഴ്സൺ കുറേ കാര്യങ്ങൾ പഠിക്കുന്നു. ഇപ്പോഴും അവർ ഒരു സ്റ്റുഡൻ്റ് ആണ്. അവരുടെ ജീവിതത്തിൽ, അവരുടെ കരിയറിൽ അവരൊരു സ്റ്റുഡൻ്റ് ആണ്. ഇപ്പോഴും ഒത്തിരി കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ ഇപ്പോഴും പഠിക്കുന്ന വ്യക്തിയായിരിക്കണം. അവരുടെ കരിയറിന് വേണ്ടിയിട്ട് ട്രെയിനിങ് ചെയ്യുന്ന വ്യക്തികളായിരിക്കണം. അതായിരിക്കണം ഈ കാർഡ് പറയുന്നത്. ഒരു കാര്യം കൂടി പറയട്ടെ, യൂണിവേഴ്സിൻ്റെ സൈഡിൽ നിന്നും എഡ്യൂക്കേഷൻ ഓർ ട്രെയിനിങ് അവർ നേടിക്കഴിഞ്ഞു എന്നും ഈ കാർഡ് പറയുന്നുണ്ട്. കാരണം ഒരുപാട് പാഠങ്ങൾ അവർ പഠിച്ചു എന്നും ഈ കാർഡ് പറയുന്നു. നെക്സ്റ്റ് കാർഡ് പേജ് ഓഫ് പെൻഡക്കിൾ ആണ്. നിങ്ങളുടെ പേഴ്സന്റെ എനർജി തന്നെയാണ്. അവർ മാനിഫെസ്റ്റ് ചെയ്യുകയാണ്. പുതിയതായിട്ടുള്ള തുടക്കത്തെ അവർ മാനിഫെസ്റ്റ് ചെയ്യുകയാണ്. ഒരു ഓപ്പർച്യൂണിറ്റിക്കായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഒരു ബിഗിനിങ്ങിനെയാണ് കാണിക്കുന്നത്. നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ഗുഡ് ന്യൂസ് പ്രതീക്ഷിക്കാം. ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് പ്രപഞ്ചം തന്നെ ഒരുപാട് സയൻസ് കാണിച്ചു തരുന്നുണ്ടാവാം, അടയാളങ്ങൾ. നിങ്ങൾ രാവിലെ ഉണരുമ്പോഴും, നിങ്ങൾ യാത്ര പുറപ്പെടുമ്പോഴും, അമ്പലത്തിലും പള്ളിയിലും ഒക്കെ പോകുമ്പോഴും അവിടെ നിങ്ങൾക്ക് ഗുഡ് സയൻസ് കാണുന്നുണ്ടാവാം. ഏഞ്ചൽ നമ്പേഴ്സ്, ബട്ടർഫ്ലൈസ്, അങ്ങനെ പോലുള്ള ഒരുപാട് അടയാളങ്ങൾ. നിങ്ങൾക്ക് തന്നെ വളരെ പോസിറ്റീവ് ഫീൽ ചെയ്യുന്ന അടയാളങ്ങൾ. അത് യൂണിവേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് വരുന്നു. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തിയുടെ മടങ്ങി വരവ്, അത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു പ്ലാനിങ്ങിനെ ഈ കാർഡ് പറയുന്നുണ്ട്. ഒരുപാട് കഴിവുള്ളൊരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നു. ന്യൂ കരിയർ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സണ് ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ കാണിക്കുന്നുണ്ട്. ന്യൂ കരിയർ പാത്ത് കാണിക്കുന്നുണ്ട്. അവർ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങളിലേക്ക് വരുവാനും ഫിനാൻഷ്യൽ ആയിട്ടുള്ള മാനേജ്മെന്റും ഇവിടെ കാണിക്കുന്നു. നെക്സ്റ്റ് കാർഡ് കിങ് ഓഫ് സോർട്സ് കാർഡാണ്. ഇവിടെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത്. ലോജിക്, റൂൾസ് ആൻഡ് ലോസ് എന്ന് പറയുന്നു. ക്ലിയർ തിങ്കിങ്ങിനെയാണ് കാണിക്കുന്നത്.
അവരൊരു സ്ട്രോങ് കമ്മ്യൂണിക്കേറ്റർ ആണെന്ന് പറയുന്നു. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. അവരൊരു ലീഡറാണ്. അവർ കുറേ കാര്യങ്ങൾ ഇപ്പോൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങളുമായിട്ടുള്ള ഈ റിലേഷൻഷിപ്പ് അവർ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങളിലേക്ക് ബ്ലെൻഡിങ് എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളുമൊത്തുള്ള ബെറ്റർ ഫ്യൂച്ചർ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കാൻ ഞാൻ പറയുകയാണ്. അതിനുള്ള അടയാളങ്ങൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു. ആദ്യമൊക്കെ നിങ്ങളിലും ഒരു ബ്ലോക്ക് എനർജി ഉണ്ട്. കാരണം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ പേഴ്സൺ എന്നിലേക്ക് വരണം. എങ്കിൽ കൂടിയും നിങ്ങൾക്ക് ഒരു സംശയം വരും. എന്നാൽ ഒത്തിരി പേർക്ക് ആ സംശയം മാറിയിട്ടുണ്ട്. കുറേ പേരായി എനിക്ക് മെസ്സേജ് ചെയ്യുന്നു, പേഴ്സൺ കോണ്ടാക്ട് ചെയ്തു, കോൾ ചെയ്തു, മെസ്സേജ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് വളരെ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുകയാണ്. കാരണം മാറ്റം വരും. കാരണം നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കണം. എൻ്റെ പേഴ്സൺ എന്നിലേക്ക് മടങ്ങി വന്നു, ഞാൻ വിശ്വസിക്കുകയാണ്. തേർഡ് പാർട്ടി സ്ട്രോങ് ആണ്, ഇല്ല എന്നല്ല പറയുന്നേ. എങ്കിൽ കൂടിയും അവരുടെ മനസ്സ് നിങ്ങളിലേക്ക് തന്നെയാണ്. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്രയർ ചെയ്യേണ്ടത്. വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവർക്ക് യൂണിവേഴ്സ് നിങ്ങളുടെ പേഴ്സണെ നിങ്ങളിലേക്ക് മടക്കി തരും. വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ ഡിസയേഴ്സ് എന്താണോ അത് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് തരും. അത് ഉറപ്പാണ്. ഇനി ബോട്ടം ഓഫ് ദി ഡെക്കാണ് പറയാനുള്ളത്. ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറയുമ്പോൾ 9 ഓഫ് കപ്സ് കാർഡ്, കറണ്ട് ഫീലിംഗ്, കറണ്ട് എനർജി, നിങ്ങളുടെ എനർജി, നിങ്ങൾക്ക് വരാൻ പോകുന്ന ഒരു നന്മയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളിലേക്ക് യൂണിവേഴ്സ് ഗിഫ്റ്റ് തരാൻ പോകുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളില്ലേ? നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ച ഒരുപാട് കാര്യങ്ങളില്ലേ? 9 ദിവസം അല്ലെങ്കിൽ 9 എന്നുള്ള ഒരു ലക്ക് നമ്പർ നിങ്ങൾ കാണാനായിട്ട് സാധ്യതയുണ്ട്. നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു കാർഡ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ചിട്ടുള്ള ഡ്രീംസ് സക്സസ് ആവാൻ പോവാണ്. സാധ്യതയാണ് കാണിക്കുന്നത്, അബണ്ടനെയാണ് കാണിക്കുന്നത്. നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങൾക്ക് ഇത്രയും പോസിറ്റീവായിട്ട് യൂണിവേഴ്സ് തരികയാണെങ്കിൽ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയ നിമിഷം മുതൽ ഇന്ന് വരെ നിങ്ങൾക്ക് പുരോഗതി വന്നിട്ടുണ്ടോ? നിങ്ങൾക്ക് മാറ്റം വന്നിട്ടുണ്ടോ? എങ്കിൽ നിങ്ങൾ തിരിച്ചറിയണം, യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളിലേക്ക് പുരോഗതി കൊണ്ടുവരാനാണ് ഈ ഒരു അകൽച്ച അല്ലെങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്ന് കരുതൂ. മാറ്റം വന്നിട്ടുള്ള നിങ്ങളെയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവാൻ പോവാണ്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളിലേക്ക് വരുവാണ്. അത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ചിട്ടുള്ള യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് തന്നെയാണ്. ഒരു ഗിഫ്റ്റ് ആയിട്ട് തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങൾക്കത് തരുന്നത്. നിങ്ങളുടെ ഒത്തിരി ആഗ്രഹങ്ങളിൽ യൂണിവേഴ്സ് ഓരോ ആഗ്രഹങ്ങളായിട്ട് സാധിപ്പിച്ചു തരാൻ പോവാണ്. വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിക്കും ഞാൻ പറയുന്നു, യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ട്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, ഹീലാവുക. ആരോട് ദേഷ്യം വൈരാഗ്യം നമുക്ക് വേണ്ട. നമുക്ക് പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് മതി. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിക്കും യൂണിവേഴ്സ് നിങ്ങളുടെ പ്രാർത്ഥന സാധ്യമാക്കി തരാണ്. നിങ്ങളുടെ ആഗ്രഹം, നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാളും മേലെ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ് തന്നെയാണ്. കഴിഞ്ഞ ദിവസം നിങ്ങളുടെ പേഴ്സൺ വളരെയേറെ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് നിങ്ങളെ മിസ് ചെയ്തു എന്നാണ് പറയുന്നത്. അവർ വളരെയേറെ വേദനിച്ചു എന്നാണ് പറയുന്നത്. നിങ്ങളിലേക്ക് ബ്ലോക്ക് അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അൺബ്ലോക്ക് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും, നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഏതൊക്കെ തടസ്സമുണ്ടെങ്കിൽ പോലും ആ തടസ്സം തരണം ചെയ്തുകൊണ്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയും, കറണ്ട് എനർജി യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് തന്നെയാണ്. നിങ്ങളിലേക്ക് തന്നെയാണ് ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്നു. ഇനി എന്താണ് നിങ്ങൾക്ക് അറിയാനുള്ളത്? എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ എനർജിയും ഒരുപോലെയല്ല, ഡിഫറെൻ്റ് ആണ്. നിങ്ങളുടെ ലൈഫിലേക്ക് ഈ കാർഡ് വാലിഡ് ആവുകയാണെങ്കിൽ സ്വീകരിക്കാം, അല്ലാത്തവർക്ക് അത് വിട്ടുകളയാം. എൻ്റെ പേഴ്സൺ എന്നിലേക്ക് മടങ്ങി വരുമെന്ന് ഉറച്ച വിശ്വാസമുള്ള ഏതൊരു വ്യക്തിക്കും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരും. പേഴ്സൻ്റെ മടങ്ങി വരവ് മാത്രമല്ല, പുരോഗതിയും ഇവിടെ കാണിക്കുന്നുണ്ട്. ഫ്യൂച്ചറാണ് കാണിക്കുന്നത്, ബെറ്റർ ലൈഫാണ് കാണിക്കുന്നത്, ഫിനാൻഷ്യൽ ആയിട്ടുള്ള സ്റ്റെബിലിറ്റിയാണ് ഇവിടെ കാണിക്കുന്നത്. യൂണിവേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഓരോ അടയാളങ്ങളും നിങ്ങളിലേക്കുള്ള ഗുഡ് ന്യൂസ് ആണെന്ന് നിങ്ങൾക്ക് കരുതാം. വീണ്ടും പറയാണ്, ബട്ടർഫ്ലൈസിനെ കാണാം, ഏഞ്ചൽ നമ്പേഴ്സ് കാണാം, നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ റെയിൻബോസ് കാണിച്ചു തരിക. ഇതൊക്കെ പോസിറ്റീവ് സൈൻസ് തന്നെയാണ്. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇന്ന് എന്താണെന്ന് അറിയില്ല, വളരെ പോസിറ്റിവിറ്റി തോന്നുന്നു. അങ്ങനെയുള്ളവർക്ക് ഈ റീഡിങ് വാലിഡ് ആവും, ഉറപ്പാണ്.
ഈ റീഡിംഗ് ഞാൻ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിംഗ് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്കൊരു ഗൈഡായിട്ട് നിങ്ങളുടെ കൂടെ എന്നും ഞാനുണ്ടാകും. നിങ്ങളുടെ സ്വന്തം നിംസ്.